സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന് ഇ.കെ. നായനാരുടെ ഭാര്യ ശാരദ ടീച്ചർ. സുരേഷ് ഗോപിയുമായി നേരത്തെ തന്നെ വ്യക്തിബന്ധമുണ്ട്. മുൻപും സുരേഷ് ഗോപി വീട്ടിലെത്തി സന്ദർശിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി പാവങ്ങളെ സഹായിക്കുന്ന വ്യക്തിയാണെന്നും മന്ത്രി എന്ന നിലയിൽ ശോഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ശാരദ ടീച്ചർ പറഞ്ഞു. സുരേഷ് ഗോപി ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ, പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. വ്യക്തിപരമായിട്ട് ഇപ്പം രാഷ്ട്രീയക്കാരനാണ് അയാൾ, പണ്ട് രാഷ്ട്രീയക്കാരനായിരുന്നു. പക്ഷേ ഇപ്പൊ അയാൾക്ക് ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ അതിലല്ല, ഞാൻ സുരേഷ് എന്ന വ്യക്തിനെയാണ്. ഞാൻ സുരേഷ് എന്ന വ്യക്തി എൻ്റെ വീട്ടിൽ വരുന്നത് പല പ്രാവശ്യം വന്നതാണ്, പല പ്രാവശ്യം ഇവിടുന്ന് ഭക്ഷണം കഴിച്ചതാണ്. എന്നോട് വിളിച്ച് പറയും, ഇവിടെ എത്തിയാലേ ഗസ്റ്റ് ഹൗസിൽ എത്തിയാലേ അമ്മ ഞാൻ രാവിലെ അവിടെ വരുന്നത്. രാഷ്ട്രീയമൊന്നും നിങ്ങൾ അതിൽ കാണണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി സഹമന്ത്രി സുരേഷ് ഗോപി. വൈദികനെ വിവരദോഷിയെന്ന് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ നാവും ചിന്തയുമാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ആ വൈദികൻ അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്, അത് അവർ തമ്മിൽ തീർത്തോട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. അതൊക്കെ മുഖ്യമന്ത്രിയുടെ നാവാണ്, മുഖ്യമന്ത്രിയുടെ ചിന്തയാണ്. അതൊന്നും ചോദ്യം ചെയ്യാനോ അതിനെയൊന്നും ഖണ്ഡിക്കാനോ ഒന്നും, അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്, അത് അവർ തീർത്തോളും, അത് തീർത്തോട്ടെ. അതേസമയം നിരണം മുൻ ഭദ്രാസനാധിപതിവൻ ഗീവർഗീസ് മാർ കുറിലോസ് LDFന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയെ വിമർശിച്ച് സാമൂഹ്യ മാധ്യമത്തിൽ എഴുതിയതിനെ മുഖ്യമന്ത്രി നേരത്തെയും പരിഹസിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. എയിംസ് കോഴിക്കോട് തന്നെ വേണമെന്ന MK രാഘവൻ MP യുടെ വാക്കുകളിൽ ദുർദ്ദേശ രാഷ്ട്രീയമാണെന്ന് സഹമന്ത്രി സുരേഷ് ഗോപി. എയിംസ് എവിടെ വേണമെന്ന് 2016 തന്നെ താൻ പറഞ്ഞതാണെന്നും സുരേഷ് ഗോപി കോഴിക്കോട് പറഞ്ഞു. അവർക്കെല്ലാം അവകാശമുണ്ട് അങ്ങനെ പറയാൻ. എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട്. എനിക്കും എൻ്റേതായ അവകാശമുണ്ട്. എൻ്റെ അവകാശം ഞാൻ എൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്, അതിപ്പോഴും നിലവിലുണ്ട്. അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. അദ്ദേഹം പറഞ്ഞതിലാണ്. തൃശൂർ മുരിങ്ങൂരിലെ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനെത്തിയ 70ഓളം നഴ്സിംഗ്